ശ്രീനാരായണന്റെ ഒരുപാട് സന്ദേശങ്ങൾ ഇവിടെ നമ്മുടെ രാജേഷായാലും ശരി, നമ്മുടെ പ്രഭാരേട്ടനായാലും ശരി, എല്ലാവരും വളരെ നന്നായിട്ട് പറഞ്ഞു. ഓരോ കാര്യവും എടുത്താലും ശ്രീനാരായണ ഗുരു പറഞ്ഞ സന്ദേശങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത്, നമ്മുടെ മനുഷ്യന്മാരെല്ലാവരും ഉൾക്കൊള്ളുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് നമ്മുടെ മക്കളെ ആലോചിച്ചറിയാം. നമ്മുടെ മക്കളൊക്കെ കല്യാണം കഴിക്കാൻ നമ്മൾ വിവാഹപ്രായമാകുമ്പോൾ, കുട്ടികളെ വിവാഹത്തിന് നിർബന്ധിക്കുമ്പോൾ, വിവാഹപ്രായമായ കുട്ടികൾ എന്താ പറയാ, പണ്ടൊക്കെ നമ്മൾ തീരുമാനിക്കും, അവരെ കല്യാണം കഴിച്ചു കൊടുക്കും. ഇപ്പൊ അങ്ങനെയല്ല, അവർ തീരുമാനിക്കും, നമ്മൾ കഴിച്ചു കൊടുക്കും. ആ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ ആ തീരുമാനം എന്തിനേയും അംഗീകരിക്കുന്ന രക്ഷിതാക്കളായിരിക്കുന്നു ഇന്ന് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ? നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന സമയത്ത് ഓരോ മക്കളും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പറയുമ്പോൾ നമ്മൾ എന്ത് നോ എന്ന് പറയാറില്ല. പഴയ കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും അച്ഛനമ്മമാരെ പേടിച്ചുകൊണ്ട് അവര് പറഞ്ഞതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ജീവിതത്തിൽ നീങ്ങിയിരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, നമ്മുടെ പ്രായക്കാരെല്ലാവരും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. രക്ഷിതാക്കള് മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവർ ഏത് ജാതിയോ ഏത് മതമോ ഉള്ള ഒരു കുട്ടിയെ സ്നേഹിച്ച് കൊണ്ടുവന്നാൽ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശത്തിന്റെ സമൂഹത്തിലുള്ള വലിപ്പം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഒരുപാട് പ്രസംഗിക്കുന്നില്ല, ഒരുപാട് ആൾക്കാർ സ്റ്റേജിലുണ്ട്. എൻ്റെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ SSLC +2 കുട്ടികൾ ഒരുപാട് A+ മേടിച്ച കുട്ടികളുണ്ട്. ആ കുട്ടികളെ ആദരിക്കുകയും അതുപോലെ തന്നെ A+ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ മക്കൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം